ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ബീഹാറിൽ ഭരണ തുടർച്ച ഉറപ്പാക്കി എൻഡിഎ. ബിജെപി ഏറ്റവും വലിയ ഒറ്റകക്ഷി. മഹാസഖ്യത്തിന് നേടാനായത് 35 സീറ്റുകൾ മാത്രം. 7 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പൂർത്തിയായി. ജമ്മു കാശ്മീരിലെ നഗ്രോദയിലും ഒഡീഷയിലെ നുവാപാഡയിലും ബിജെപിക്ക് ജയം. രാജസ്ഥാനിലും തെലങ്കാനയിലും ജയം കോൺഗ്രസിന്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇതുവരെ 46 കോടിയിലധികം എന്യൂമറേഷൻ ഫോമുകൾ രാജ്യമെമ്പാടും വിതരണം ചെയ്തതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ഇടപെടാതെ കേരള ഹൈക്കോടതി. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഈ മാസം 21 വരെ. കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്ക ഒന്നാം ഇന്നിംഗ്സിൽ 159 റൺസിന് പുറത്ത്. വാർത്തകൾ വിശദമായി. ബീഹാറിൽ ഭരണ തുടർച്ച ഉറപ്പാക്കി എൻഡിഎ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 202 സീറ്റുകളിൽ വിജയമുറപ്പിച്ചാണ് എൻഡിഎ അധികാരത്തിൽ എത്തുന്നത്. ബിജെപി 91 സീറ്റിൽ മുന്നേറ്റം കാഴ്ചവെച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. എൻഡിഎ സഖ്യകക്ഷികളായ ജെഡിയു 84 സീറ്റിലും എൽജെപി 19 മുന്നിലാണ്. ആർജെഡിയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന് 35 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് നിലനിർത്താൻ സാധിച്ചത്. ആർജെഡി 25 സീറ്റിലും കോൺഗ്രസ് 6 സീറ്റിലും മാത്രമാണ് മുന്നിലുള്ളത്. എഐഎംഐഎം 5 സീറ്റിലും സിപിഐഎംഎൽ 3 സിപിഐഎമ്മും ബിഎസ്പിയും ഓരോ സീറ്റിലും മുന്നിലാണ്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം വന്ന 96 സീറ്റുകളിൽ ബിജെപി 45 സീറ്റിലും ജെഡിയു 29 സീറ്റിലും വിജയിച്ചു. ബീഹാർ ഉപമുഖ്യമന്ത്രിയും ബിജെപി സ്ഥാനാർത്ഥിയുമായ സാമ്രാട്ട് ചൌധരി താരാപൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു. മറ്റൊരു ഉപമുഖ്യമന്ത്രിയായ വിജയ് കുമാർ സിൻഹ ലക്കിസാരായിൽ വിജയത്തോട് അടുക്കുന്നു. രാഘോപൂർ മണ്ഡലത്തിൽ ആർജെഡി നേതാവ് തേജസ്വി യാദവ് 11,000-ലേറെ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെ ന്യൂഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്തെത്തി പ്രമുഖ നേതാക്കൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പാർട്ടി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ.പി. നഡ്ഡ, ശ്രീ അമിത്ഷാ തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കുചേർന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിൽ സമാനതകളില്ലാത്ത വിജയം സമ്മാനിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ചു. 7 സംസ്ഥാനങ്ങളിലെ 8 നിയമസഭാ സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പൂർത്തിയായി. ജമ്മു കാശ്മീരിലെ നഗ്രോദയിലും ഒഡീഷയിലെ നുവാപാഡയിലും ബിജെപിക്ക് ജയം. രാജസ്ഥാനിലും തെലങ്കാനയിലും കോൺഗ്രസ് ജയിച്ചു. ജമ്മു കാശ്മീരിലെ ബഡ്ഗാം മണ്ഡലത്തിൽ പിഡിപിക്കാണ് ജയം. ജാർഖണ്ഡിലെ ഘാട്ഷിലയിൽ ജെഎംഎം വിജയിച്ചു. മിസോറാമിലെ ഡംബയിൽ മിസോ നാഷണൽ ഫ്രണ്ടും പഞ്ചാബിലെ തരൺ താരൺ മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയും വിജയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇതുവരെ 46 കോടിയിലധികം എന്യൂമറേഷൻ ഫോമുകൾ രാജ്യമെമ്പാടും വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട വോട്ടർമാരുടെ 91%. ഉത്തർപ്രദേശിൽ 13.74 കോടിയും പശ്ചിമബംഗാളിൽ 7.4 കോടിയിലധികവും ഫോമുകൾ കൈമാറി. രണ്ടാം ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഫോം വിതരണം ആരംഭിച്ചത്. അടുത്ത മാസം 4 വരെ രണ്ടാം ഘട്ടം തുടരും. ശിശുദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ വിവിധ സ്കൂളുകളിലെയും സംഘടനകളിലെയും കുട്ടികളുമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സംവദിച്ചു. രാജ്യത്തിന്റെ ഭാവി നിലനിൽക്കുന്ന കുട്ടികളെ ആത്മവിശ്വാസമുള്ളവരും ഉത്തരവാദിത്വമുള്ളവരുമായി വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കുട്ടികളുമൊത്ത് ചില സന്തോഷ നിമിഷങ്ങളും രാഷ്ട്രപതി പങ്കുവച്ചു. ലോകത്തിലെ പ്രധാന സ്റ്റാർട്ടപ്പ് ഹബ്ബായി രാജ്യം വളരുകയാണെന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. 30ാമത് CII പങ്കാളിത്ത ഉച്ചകോടി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആന്ധ്രാപ്രദേശിനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നിക്ഷേപ കേന്ദ്രങ്ങളിലൊന്നായി വിശേഷിപ്പിച്ച ഉപരാഷ്ട്രപതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഐക്യത്തോടെ പ്രവർത്തിക്കുകയാണെന്നും പറഞ്ഞു. Every developed economy, every big companies want to invest in Andhra Pradesh. That is because of to attract the investors. This is the right time for you to invest in the fastest growing economy of the world. You have come in the right time. You have come to the right place. You have come with the right ideas. That means the success is going to be yours. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായി കൂടിക്കാഴ്ച നടത്തി.
ഇന്ത്യയുടെ വളർച്ചയ്ക്കും വികസനത്തിനും നൽകുന്ന സുസ്ഥിര പിന്തുണയ്ക്ക് UN സെക്രട്ടറി ജനറലിന് നന്ദി അറിയിക്കുന്നതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള സാഹചര്യത്തെയും ബഹുമുഖ സഹകരണത്തെയും കുറിച്ചുള്ള ഗുട്ടറസിന്റെ വീക്ഷണങ്ങളെ വിലമതിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ആശുപത്രിവാസം, ക്ലെയിം സെറ്റിൽമെന്റ് തുടങ്ങിയ സമയങ്ങളിൽ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ ഉയർന്ന നിലവാരത്തിലുള്ള സേവനം നിലനിർത്തണമെന്ന് ധനകാര്യ മന്ത്രാലയം സേവന വകുപ്പ് സെക്രട്ടറി M. നാഗരാജു. പോളിസി ഉടമകൾക്ക് വേഗത്തിലുള്ള തീർപ്പാക്കൽ സമയം ഉറപ്പാക്കണമെന്നും ന്യൂഡൽഹിയിൽ നടന്ന ഇൻഷുറർമാരുടെയും ആരോഗ്യ സംരക്ഷണ ദാതാക്കളുടെയും യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR _ TVM X ഹാൻഡിലും ലഭ്യമാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ഇടപെടാതെ കേരള ഹൈക്കോടതി. വിഷയം സുപ്രീംകോടതിയുടെ പരിഗണനയിലാണെന്ന് പറഞ്ഞ ജസ്റ്റിസ് VG അരുൺ ഹർജിയിലെ നടപടികൾ അവസാനിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ SIR നടപ്പാക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ ഹർജിയിലെ വാദം. അതേസമയം പകുതിയിലധികം നടപടിക്രമങ്ങളും ഇതിനകം പൂർത്തിയായ സാഹചര്യത്തിൽ SIR നീട്ടിവെക്കുന്നത് പ്രക്രിയ ഇടയ്ക്ക് വെച്ച് തടയുന്നതിന് തുല്യമാണെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു. നിലവിലുള്ള വോട്ടർ പട്ടികയുടെ സൂക്ഷ്മ പരിശോധനയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. നിലവിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിന്റെ സ്ക്രൂട്ടിനിയാണ് ഇപ്പോൾ SIR മൂലം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഏതെങ്കിലും വിധത്തിലുള്ള ആള് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അത് മാറ്റാനും, ഏതെങ്കിലും ഷിഫ്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ വേറെ സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പക്ഷെ ആളുടെ പേര് ഇവിടെ ഉണ്ടെങ്കിൽ അത് കൂടി ക്ലീൻ ചെയ്യാനും. പിന്നെ മൂന്നാമത്തെ കാര്യം, ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് 2 സ്ഥലത്ത് വോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് കൂടി നമുക്ക് ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് SIRയുടെ ഉദ്ദേശം. കേരളത്തിൽ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. 1199 തദ്ദേശ സ്ഥാപനങ്ങളിലെ 23,576 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രികകൾ ഈ മാസം 21 വരെ സമർപ്പിക്കാം. 22-ന് സൂക്ഷ്മ പരിശോധന നടക്കും. നവംബർ 24-ആണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അടുത്ത മാസം 9, 11 തീയതികളിൽ 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്ക ഒന്നാം ഇന്നിംഗ്സിൽ 159 റൺസിന് പുറത്ത്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ദക്ഷിണാഫ്രിക്കയ്ക്ക് ആദ്യ ദിനം തന്നെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമാകുകയായിരുന്നു. ഇന്ത്യയ്ക്കായി ജസ്പ്രീത് ബുംറ 5 വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഇന്ന് കളി അവസാനിക്കുമ്പോൾ 1 വിക്കറ്റിന് 37 റൺ എന്ന നിലയിലാണ്. പത്മശ്രീ ജേതാവും പരിസ്ഥിതി പ്രവർത്തകയുമായ സാലു മരത തിമ്മക്ക അന്തരിച്ചു. 114 വയസ്സായിരുന്നു. ശ്വാസകോശ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കുട്ടികളില്ലാത്തതിന്റെ ദുഃഖം മറക്കാൻ വഴിയരികിൽ ആൽമരത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും അവയെ മക്കളെപ്പോലെ വളർത്തുകയും ചെയ്ത തിമ്മക്ക വൃക്ഷമാതാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 2019-ൽ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. പ്രതിദിന വരുമാനം ലഭിക്കുന്ന നിക്ഷേപ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ പ്രചരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വസ്തുതാവിരുദ്ധമായ വീഡിയോ ആണെന്നും ഇതിൽ പരാമർശിക്കുന്ന തരത്തിലുള്ള പദ്ധതിയുടെ പ്രഖ്യാപനം സർക്കാർ നടത്തിയിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വീഡിയോയ്ക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും PIB മുന്നറിയിപ്പ് നൽകി. ധാക്കയിൽ നടക്കുന്ന ഏഷ്യൻ അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് സ്വർണം. പുരുഷന്മാരുടെ റീകർവ് ടീം ഇനത്തിലാണ് മെഡൽ നേട്ടം. യശ്ദീപ് ഭോഗെ, അദാനു ദാസ്, രാഹുൽ എന്നിവർ ഉൾപ്പെടുന്ന ടീം കൊറിയൻ താരങ്ങളെയാണ് പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാറിൽ ഭരണ തുടർച്ച ഉറപ്പാക്കി NDA. BJP ഏറ്റവും വലിയ ഒറ്റകക്ഷി. മഹാസഖ്യത്തിന് നേടാനായത് 35 സീറ്റുകൾ മാത്രം. 7 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പൂർത്തിയായി. ജമ്മു കാശ്മീരിലെ നഗ്രോദയിലും ഒഡീഷയിലെ നുവാപാഡയിലും BJPക്ക് ജയം. രാജസ്ഥാനിലും തെലങ്കാനയിലും ജയം കോൺഗ്രസിന്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടത്തിൽ ഇതുവരെ 46 കോടിയിലധികം എന്യൂമറേഷൻ ഫോമുകൾ രാജ്യമെമ്പാടും വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ഇടപെടാതെ കേരള ഹൈക്കോടതി. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഈ മാസം 21 വരെ.
കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്ക ഒന്നാം ഇന്നിംഗ്സിൽ 159 റൺസിന് പുറത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.